ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ദ പ്രോബിലിറ്റി ദാറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ സ്കോർസ് എ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് മാച്ച് ഈസ് 1/3. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 matches he may score സെഞ്ചുറി ഇൻ ഫസ്റ്റ് വൺ എക്സാക്ട്ലി 2 matches, സെക്കൻഡ് വൺ നോ മാച്ചസ്? അല്ലേ, നമ്മുടെ എന്താ പറയുന്നത്, സച്ചിൻ ടെണ്ടുൽക്കറുടെ സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആയിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ അയാൾ 5 മാച്ച് കണ്ട് 5 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ അയാൾക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എങ്ങനെ, അയാൾ എത്ര സ്കോർ ചെയ്യും, സെഞ്ചുറി സ്കോർ ചെയ്യാൻ എക്സാക്ട്ലി 2 match, 2 മാച്ചിലും എക്സാക്റ്റ് ആയിട്ട് അയാൾ എന്ത് ചെയ്യും, സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ നോ മാച്ച്, ഒരു മാച്ചിലും അയാൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം പി സക്സസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 1/3 ആണ് അല്ലേ. അതായത് സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതാണ് സക്സസ്. മാച്ച് ഈസ് 1/3 ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 - p ആണ്. അപ്പോൾ 1 - 1/3 is equal to 2/3. ഓക്കെ, ദെൻ നമ്മുടെ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, എക്സാക്ട്ലി 2 matches, 2 മാച്ച് എക്സാക്റ്റ് ആയിട്ട് എന്താ 2 മാച്ച് അയാൾ അറ്റൻഡ് ചെയ്തിട്ട് അയാൾ അതിൽ സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബിലിറ്റി, 2 മാച്ചിലും സെഞ്ചുറി സ്കോർ ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ 6 എന്ന് പറയുന്നത് അവിടെ എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയാൾ 5 ട്രയൽസിൽ 5 മാച്ചുകൾ നടത്തിയിട്ടുണ്ട്. N 5 ആണ്. അതിൽ സക്സസ് ആവാനുള്ള ചാൻസ് ആണല്ലേ, ആ എത്ര ട്രയലുകളിൽ സക്സസ് ആവാനുള്ള ചാൻസ് ആണ് 6. ഇവിടെ 6 എന്ന് പറയുന്നത് 2 ആണ്, 2 സക്സസ്സുകൾ ഉണ്ടാവും. അതാണ് ആ സക്സസ് പി ആണ് 1/3. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് R is equal to NCR into P⁻R into Q⁻n−R. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാം, പ്രോബിലിറ്റി ദാറ്റ് സച്ചിൻ സ്കോർ സെഞ്ചുറി ഇൻ എക്സാക്ട്ലി 2 match. അപ്പോൾ R is equal to 2 5C2 അല്ലേ. NCR N എന്ന് പറയുന്നത് 5 ട്രയൽസ് ആണ്, 5 മാച്ചാണ്, അതിൽ സക്സസ് 2 ആണ്, 5C2. P⁻R 1/3 whole square R ആൻഡ് Q⁻n−R. അപ്പോൾ 2/3 raised to 5 - 2. അപ്പോൾ എന്താ പറയുക, 2/3 whole cube അല്ലേ, 5 - 2 3. ഓക്കെ, അപ്പോൾ 5C2 നമുക്ക് എങ്ങനെ എഴുതാം, 5 factorial ഡിവൈഡ് ബൈ 5 - 2 factorial ഇൻറ്റു 2 factorial ഇൻറ്റു 1/3 whole square 1/9, 2/3 whole cube എന്ന് പറയുന്നത് 8/27. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാത്ത കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബിലിറ്റിയുടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 5 × 4 ഡിവൈഡ് ബൈ 2 × 1 ഇൻറ്റു 1/9 ഇൻറ്റു 8/27. അതായത് നമുക്ക് 5 × 4 എന്ത് വരും, 20, 20 × 8 160, 2 × 9 18, 18 × 27 486. equal to എത്ര കിട്ടി, 80 ഡിവൈഡ് ബൈ 243, ദാറ്റ് ഈസ് 0.329 ചാൻസ് ഉണ്ട് എന്തിന്, എക്സാക്ട്ലി 2 മാച്ചിൽ അയാൾ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.329. നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് നോ മാച്ചാണ്. അതായത് R is equal to എന്തായിരിക്കും അവിടെ 0 അല്ലെ, സക്സസ് ആവാനുള്ള ചാൻസ് 0 ആണ്.
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കൺസിഡർ ഫാമിലീസ് വിത്ത് 4 children each. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് 2 boys 2 girls, അറ്റ്ലീസ്റ്റ് 1 boy, നോ ഗേൾസ്, അറ്റ് ദി മോസ്റ്റ് 2 girls അല്ലേ? 4 childrens ആണ് ഒരു ഫാമിലിയിൽ. അങ്ങനെയാണെങ്കിൽ 2 boy 2 girl വരാനുള്ള പ്രോബിലിറ്റി, അറ്റ്ലീസ്റ്റ് 1 boy വരാനുള്ള പ്രോബിലിറ്റി, നോ ഗേൾ, അറ്റ് ദി മോസ്റ്റ് 2 girl. എന്താ ചോദിക്കുന്നത്? വാട്ട് ദ പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് കേട്ടോ. എന്തൊക്കെ നമുക്ക് കിട്ടിയ പ്രോബിലിറ്റി നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ദ പ്രോബിലിറ്റി എന്നല്ല, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫാമിലി വുഡ് യു എക്സ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് എ ബോയ്. ബോയ് ആവാനുള്ള പ്രോബിലിറ്റി. 4 childrens ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്? 2 boy 2 girl അല്ലേ? അപ്പോൾ അതൊരു ബോയ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2. ദെൻ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് ഗേൾ ആവാനുള്ള എന്താണ് നമുക്കറിയാം, എന്താണ് 1/2. അത് n എന്ന് പറയുന്നത് 4 childrens ആണ്. അപ്പോൾ n is equal to 4. ദെൻ ഫസ്റ്റ് നമുക്ക് പറയുന്നത് 2 boy and 2 girl അല്ലേ? 2 ബോയും 2 ഗേളും ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boys ആർ ഈക്വൽ ടു എന്താണ്? 2. ഓക്കെ, അപ്പോൾ 2 boy and 2 girl ആവാനുള്ള പ്രോബിലിറ്റി, 2 boy അല്ലെങ്കിൽ 2 girl. അപ്പോൾ ആർ ഈക്വൽ ടു അവിടെ എന്താണ്? 2 ആണ്. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു NCR ഇൻറ്റു P⁻R ഇൻറ്റു Q⁻n−R. ഓക്കെ, അപ്പോൾ 2 boy കിട്ടുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ 2 girl, 2 boy 2 girl ഒക്കെ എന്താണ്? ഈക്വൽ പ്രോബിലിറ്റിയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് 4 ആണ്, r എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 4C2 ഇൻറ്റു കോമ്പിനേഷൻ 2 ഇൻറ്റു 1/2 ഓൾ റൈസ് ടു r. r എന്ന് പറയുന്നത് നമുക്കറിയാം 2 ആണ്. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2 4-2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, P എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ Q എന്തായിരിക്കും? 1 - 1/2. ഓക്കെ, അങ്ങനെ നമ്മൾ 1/2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ 4 factorial ഡിവൈഡ് ബൈ 4 - 2 factorial ഇൻറ്റു 2 factorial. 4 - 2 എന്ന് പറയുന്നത് 1/2 ഓൾ റൈസ് ഹോൾ സ്ക്വയർ ആയി. ദെൻ 4 factorial ഡിവൈഡ് ബൈ 2 factorial ഇൻറ്റു 2 factorial. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ 4 × 3 ഡിവൈഡ് ബൈ 2 × 1. ദെൻ 1/2 ഓൾ റൈസ് ടു, ശ്രദ്ധിക്കുക 1/2 ഹോൾ സ്ക്വയറും ഉണ്ട്, പിന്നെ 4 - 2 എന്ന് പറയുന്നത് 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 2 × 2 പ്ലസ് ചെയ്യുമ്പോൾ 4. അപ്പോൾ 1/2 ഹോൾ റൈസ് ടു 4 കിട്ടി. ഓക്കെ, ദെൻ 12/2 ഇൻറ്റു 1/16 ദാറ്റ് ഈസ് 12 ഡിവൈഡ് ബൈ 32 അല്ലേ? 12 × 1 12, 2 × 16 32 is equal to 3/8. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boy and 2 girl വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/8 ആണ്. ഓക്കെ, നമ്മളിവിടെ 2 boy 2 girl എന്ന് പറയുന്നത് 2 boy എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 girl ഈക്വൽ ആണല്ലേ? 2 boy and 2 girls ഈക്വൽ ടു എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boy, 2 boy കിട്ടണതല്ലേ? അപ്പോൾ ആർ ഈക്വൽ ടു 2 വെച്ച് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോബിലിറ്റി 3/8 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വിത്ത് 2 boy and 2 girl, 2 ബോയും 2 ഗേളും കിട്ടാനുള്ള ഫാമിലിയുടെ പെർസെൻറ്റേജ് ഈക്വൽ ടു നമുക്കറിയാം പ്രോബിലിറ്റി ഇൻറ്റു 100 ചെയ്ത് എന്ത് ചെയ്യും? പെർസെൻറ്റേജിക്കായി അല്ലേ? അപ്പോൾ 3/8 × 100 ദാറ്റ് ഈസ് 37.5%. ദെൻ അതിൽ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 boy. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 boy എങ്കിലും കിട്ടാനുള്ള പ്രോബിലിറ്റി അതെങ്ങനെ വരും? പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 1 boy ആവാം, കുറഞ്ഞതൊരു ബോയ് അല്ലേ? 1 boy ആവാം. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 boy ആവാം. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 3 boy ആവാം. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 4 boy ആവാം അല്ലേ? ക്ലിയർ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 boy എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു ബോയ് എങ്കിലും. അപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ക്ലിയർ? അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 boy എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ബോയ്. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 1 boy പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 boy പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 3 boy പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 4 boy. അപ്പോൾ ആർ ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 2, ആർ ഈക്വൽ ടു 3, ആർ ഈക്വൽ ടു 4 അല്ലേ? ദെൻ നമ്മൾ പ്രോബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു 1 ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? NC1 ഇൻറ്റു 1/2 ഓൾ റൈസ് ടു 1 ഇൻറ്റു 1/2 ഓൾ റൈസ് ടു n-r. അപ്പോൾ 4 - 1. അപ്പോൾ നമുക്ക് ഈ പ്രോബിലിറ്റി ആർ ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 4/16. ദെൻ പ്രോബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു 2 ആയിട്ട് ചെയ്യാം. അപ്പോൾ 4C ആറിൻ്റെ അവിടെ 2 വരും. 1/2 ഹോൾ റൈസ് ടു 2 ആൻഡ് 1/2 ഹോൾ റൈസ് ടു 4 - 2.
അപ്പോൾ നമുക്ക് 6/16 കിട്ടും. പിന്നെ പ്രോബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു 3 ബോയ് വരാനുള്ള ചാൻസ്. അപ്പോൾ ആറിൻ്റെ അവിടെ നമ്മളത് 3 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 4/16. അങ്ങനെ പ്രോബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു 4 ബോയ് ആകുമ്പോൾ ആർ 4 ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/16. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ബോയ് ആവാനുള്ള ചാൻസ്, 2 ബോയ് ആവാൻ, 3 ബോയ്, 4 ബോയ്. അതായത് അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ 1 ബോയ് ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ഓക്കെ, അപ്പോൾ ആർ ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 0, അപ്പോൾ നമ്മൾ 4/16 പ്ലസ് 6/16 പ്ലസ് 4/16 പ്ലസ് 1/16. അത് നമുക്ക് കിട്ടുന്ന 4 കേസിൻ്റെ ആൻസർ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നതാണ് 15/16. അതാണ് എന്ത് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഒരു ബോയിനെങ്കിലും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പോൾ 1, 2, 3, 4 4 കേസ് വരെ വരാം. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി ഉണ്ട്, അത് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ബോയ്സ് ഈക്വൽ ടു 15/16 ആണ് പ്രോബിലിറ്റി. അത് നമ്മൾ പെർസെൻറ്റേജിക്ക് കൺവേർട്ട് ചെയ്യാണ്. പെർസെൻറ്റേജ് ഓഫ് ഫാമിലി വിത്ത് അറ്റ്ലീസ്റ്റ് 1 ബോയ് ഈക്വൽ ടു 15/16 ഇൻറ്റു 100 ഈക്വൽ ടു 93.75%. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് നോ ഗേൾ. ഒരു ഗേളും വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 2 ബോയ് 2 ഗേൾ വരാനുള്ള പ്രോബിലിറ്റി. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആവാനുള്ള പ്രോബിലിറ്റി. തേർഡ് വൺ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് നോ ഗേൾ. ഒരു ഗേളും വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി സീക്വൽ എന്താവും? പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 4 ബോയ്. അല്ലേ, ഒരു ഗേളും വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 4 ബോയ് ആണ് അല്ലേ, 4 ബോയ് വരാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർ സീക്വൽ എന്തായിരിക്കും? അവിടെ 4 ബോയ് വരിക, അതായത് ഒരു ഗേളും വരാതിരിക്കുക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ആർ സീക്വൽ ടു 4. നമുക്ക് എന്ത് ചെയ്യാം? 4c, ആർ എന്ന് പറയുന്നത് 4 ആണ്. 4c⁴ സീക്വൽ നമുക്ക് എത്ര കിട്ടി? 1/16 ഫൈനൽ ആൻസർ കിട്ടി. ഞാൻ വീണ്ടും പറയുന്നില്ല, സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 1/16 കിട്ടി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വിത്ത് അറ്റ്ലീസ്റ്റ് നോ ഗേൾസ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? ആ പ്രോബിലിറ്റി നമുക്ക് പെർസെൻറ്റേജിക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബിലിറ്റി ഓഫ് ഹാവിങ് നോ ഗേൾ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ബോയ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വിത്ത് അറ്റ്ലീസ്റ്റ് നോ ഗേൾസ് ഈക്വൽ ടു 1/16 ഇൻറ്റു 100 ഈക്വൽ ടു 6.25%. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ് ദി മോസ്റ്റ് 2 ഗേൾസ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ഗേൾ 2 ബോയ് ചെയ്തു, അറ്റ്ലീസ്റ്റ് 1 ബോയ് ചെയ്തു, പ്രോബിലിറ്റി ഓഫ് ഹാവിങ് നോ ഗേൾ ചെയ്തു. നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ് ദ മോസ്റ്റ് 2 ഗേൾ, 2 ഗേൾ. അങ്ങനെ അറ്റ് ദി മോസ്റ്റ് 2 ഗേളാണ്. മാക്സിമം പോയി എത്ര വരാൻ പാടുള്ളൂ? 2 ഗേൾ വരെ പാടുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് 1, പിന്നെ അങ്ങനെ കൂടാം. അറ്റ് ദി മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം പോയാൽ 2 വരാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 ഗേൾസ് ആവാം, പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 1 ആവാം, പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 0 ഗേൾ ആവാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 ഗേൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താവാം? പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 ബോയ്, 2 ബോയ് കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും 2 ഗേൾ കിട്ടുന്ന പ്രോബിലിറ്റി അല്ലേ. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 ബോയ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 1 ഗേൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഗേൾ കിട്ടാൻ അവിടെ എത്ര ബോയ് കിട്ടും? 3 ബോയ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 3 ബോയ്. ദെൻ പ്രോബിലിറ്റി ഹാവിങ് നോ ഗേൾ, ഒരു ഗേളും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 4 ബോയ്. അങ്ങനെ നമ്മളതിനെ ബോയിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 ബോയ് എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു 2 ആണ്. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 3 ബോയ് എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു 3, 4 ബോയ് എന്ന് പറയുമ്പോൾ ആർ ഈക്വൽ ടു 4. അപ്പം 3ൻ്റെയും പ്രോബിലിറ്റി കണ്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 2 ബോയ് ആർ ഈക്വൽ ടു 2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 6/16 കിട്ടും. ദെൻ പ്രോബിലിറ്റി ഓഫ് ആർ ഈക്വൽ ടു 3 ബോയിൻ്റെ കേസിൽ നമുക്ക് 4/16. പ്രോബിലിറ്റി ഓഫ് ഹാവിങ് നോ ഗേൾ, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് 4 ബോയ് ഈക്വൽ ടു 1/16. ക്ലിയർ? അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ് ദി മോസ്റ്റ് 2 ഗേൾ, മാക്സിമം പോയ 2 ഗേൾ വരെ. ഇപ്പോൾ 2, 1, 0 അല്ല, ആ 3 കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6/16 പ്ലസ് 4/16 പ്ലസ് 1/16 ഈക്വൽ ടു 11/16. അതാണ് പ്രോബിലിറ്റി. നമുക്കതിനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഫാമിലി വിത്ത് അറ്റ് ദി മോസ്റ്റ് 2 ഗേൾസ് ഈക്വൽ ടു 11/16 ഇൻറ്റു 100 ഈക്വൽ ടു 68.75%. ഓക്കെ, അത്ര ബുദ്ധിമുട്ടാക്കാനുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല, ഈസിയാണ്. ഇക്വേഷൻ മനസ്സിലാക്കുക. ഇത് നമ്മൾ കൊടുക്കേണ്ട പ്രോബിലിറ്റി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അറ്റ്ലീസ്റ്റ്, അറ്റ് ദ മോസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോ ഗേൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും പ്രോബിലിറ്റി? 4 ബോയ് ആവാമല്ലോ പ്രോബിലിറ്റി. അപ്പോൾ ആർ ഈക്വൽ നമ്മൾ 4 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം.
എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.